ഹലോ ഹലോ, ഞാൻ നിന്നെ എവിടെ നിനക്ക് നീ എന്നെ കണ്ടിട്ടില്ല, അത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നീ എവിടെ? ഞാൻ നിനക്ക് എതിരെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇൻസ്റ്റയിലും ടെലിഗ്രാമിലും വാട്സപ്പിലും ഞാൻ അയച്ചിട്ടുണ്ടോ? അയച്ചിട്ടുണ്ട്. നീ മറന്നുപോയോ? ഹായ് ഗൈസ്, നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുഞ്ഞാറ്റ ഇച്ചായൻ ഡിവോഴ്സ് ഇപ്പൊ എത്തി നിൽക്കുന്നത് സുജിൻ പൊന്നൂസിലാണ്. എങ്ങോട്ടല്ലേ ഓരോ വിഷയത്തിന്റെ പോക്ക് എന്ന് പറയുന്നത്. ഇതിന് കാരണമായ പെൺകുട്ടിയും ഇച്ചായനും സുജിനും എല്ലാം തലയ്ക്ക് തീ പിടിച്ച് നടക്കുകയാണ്. സുജിൻ എന്ന് പറയുന്ന വ്യക്തിനോട് ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, കൺഗ്രാറ്റുലേഷൻ മാൻ, കൺഗ്രാറ്റുലേഷൻ. വിടരുത്, പുറകെ നടക്കുക തന്നെ ചെയ്യണം. കാരണം വായയ്ക്ക് തോന്നിയത് സ്വന്തം ഭാര്യയെ കുറിച്ച് പറയാൻ ഒരാൾക്കും ഒരു അവസരം കൊടുക്കരുത്. ഇവിടെ രണ്ട് വ്യക്തികളുടെ സൈഡിലും തെറ്റുണ്ട്. അങ്ങനെ ഒരു കാര്യം ഇച്ചായൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു തെണ്ടിത്തരാണ്. ആൻഡ് ഇച്ചായൻ പറഞ്ഞൊരു കാര്യം, ഈ 2 കൊല്ലത്തിന് ശേഷം അത് ആ പെൺകുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി ചെന്ന് ഈ കുഞ്ഞാറ്റേന്റെ അടുത്ത് പറയേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അതൊരു കാര്യം. ചിലപ്പോൾ നിങ്ങൾ എന്തായാലും ഓൾറെഡി അവർ പ്രശ്നമാണ്, അവർ ഡിവോഴ്സാണ്, അവർ സെപ്പറേറ്റഡ് ആയി നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ ഇത് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ മനസ്സിലാക്കണമായിരുന്നു ഇതിന്റെ ഒരു കോൺട്രവേഴ്സി എന്താന്നുള്ളത്. ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം, ഈ സ്ക്രീൻഷോട്ട് പലർക്കും ഷെയർ ചെയ്ത സമയത്ത് കുഞ്ഞാറ്റയെ ശ്രദ്ധിക്കണമായിരുന്നു. ഈ സ്ക്രീൻഷോട്ട് കുഞ്ഞാറ്റേന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. കുഞ്ഞാറ്റ ഇത് ഷെയർ ചെയ്യുന്ന സമയം ഒരിക്കലും മുകളിലുള്ള പെൺകുട്ടീന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യരുതായിരുന്നു. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ ഈ വിഷയം എങ്ങനെ പോയത്. അപ്പൊ സുജിൻ എന്തായാലും ഇതിൽ കയറി പിടിച്ചിട്ടുണ്ട്, പെൺകുട്ടി എന്തായാലും ആകെ പെട്ടിട്ടുണ്ട്. അപ്പൊ സുജിന്റെ ചാനൽ റീസെന്റ് വന്നിട്ടുള്ള ഒരു വീഡിയോന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹലോ, അത് ഞാനേ കുറച്ച് തെങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണേ, ഒരാൾ ഫോൺ അടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തിരക്കിലാന്ന് വിചാരിക്കണ്ടേ? ഞാൻ ചേട്ടനോട് പറഞ്ഞതല്ലേ എന്റെ വോയിസ് ഇങ്ങനെ ഇടുന്നത്. ഇതില് ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. ഹലോ, പറഞ്ഞു. ഇത് നിങ്ങളിപ്പോ പറഞ്ഞു പറയല്ലേ, അമ്മല് എന്തൊക്കെ പറഞ്ഞാലും സമ്മതിക്കില്ല, നിങ്ങളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കിതിപ്പോ വന്ന് കുഞ്ഞാറ്റോട് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? അതാ ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്ന കാര്യം, നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? 2 വർഷം മുന്നേ പെങ്ങളെ ഞാൻ പറയട്ടെ, മനസ്സിലാക്ക്, കുഞ്ഞാറ്റ ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ വേറെ ആളുകൾ ചാറ്റ് ഇട്ടു. അപ്പം കുഞ്ഞാറ്റയ്ക്ക് വേറെ ചാറ്റുകൾ ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ ഓള് ഓൾറെഡി സ്റ്റോറി ഇട്ടതിന് ശേഷമാണ് ഞാൻ അയച്ചത്. അല്ലാതെ ഞാൻ കാരണമല്ല അവർ ഡിവോഴ്സ് ആയത്. അങ്ങനെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ചേട്ടൻ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ, എന്ത് ഞാൻ ഇതിന്റെ പീഠമായിട്ടാണ് കുഞ്ഞാറ്റ അമലിനെ വിളിച്ചിട്ട് മ്യൂച്വൽ ചോദിച്ചോണ്ടിരിക്കണേന്ന്. അത് അമല് പറഞ്ഞാണ്, അതിന്റെ റെക്കോർഡിന്റെ കയ്യിലുണ്ടേ. അമല് പറഞ്ഞത് അത് അമലിന്റെ അടുത്ത്. ഇതിൽ ഞാൻ എവിടെയും എന്നിട്ട് ഞാൻ കുഞ്ഞാറ്റയുടെ അടുത്ത് പിന്നെ മെസ്സേജ് അയച്ചു, എന്റെ പേരെടുക്കാം അങ്ങനെ എല്ലാവരും പറയുന്നത്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, കൊച്ചു മാത്രമല്ല എനിക്ക് മെസ്സേജ് വേറെയും ഒരുപാട് പെമ്പിളർ മെസ്സേജ് അയച്ചിട്ട് കൊച്ചു അയച്ചതിന്റെ പേരിലല്ല ഒന്നും ഉണ്ടായിക്കണേന്ന് എന്തുവാ കുഞ്ഞാറ്റെന്ന് പറയുന്ന ജിസ്ബി എനിക്ക് മെസ്സേജ്, എന്റെ കുഞ്ഞാറ്റ എന്റെ സംസാരം ഇങ്ങനെയാ. പക്ഷെ ഇതിനകത്ത് ഒരു കമ്പനിക്ക് വരുന്നത് ഞാൻ ഉണ്ടായപ്പോൾ എന്റെ അമ്മ ഞാൻ പറയാ, ഞാൻ അവരോട് അങ്ങനത്തെ രീതിയിൽ ഇതിന്റെ വരെ സംസാരിച്ചിട്ടില്ല. ഇതാണ് സംഭവം. ഇവിടെ വിഷയമായത് എന്താ അറിയോ? ഇപ്പൊ മോളോട് ആള് പേഴ്സണലി എന്തെങ്കിലും മോശമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം മാത്രം ഇവിടെ വന്ന് ഷെയർ ചെയ്താൽ മതിയായിരുന്നു. അല്ലാണ്ട് ഒരിക്കലും ഈ ഒരു കാര്യം പറയരുതായിരുന്നു. മോളൊന്ന് ആലോചിച്ച് നോക്ക്, കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള 3 ഇൻഫ്ലുവൻസേഴ്സിന്റെ പേര് പറഞ്ഞിട്ട് ആ പർട്ടിക്കുലർ വ്യക്തിയായിട്ട് വരെ ഇച്ചായന് ബന്ധമുണ്ടായിരുന്നു എന്ന രീതിയിൽ മോള് പറയുമ്പം ഇച്ചായനിലുപരി ആ ഇൻഫ്ലുവൻസേഴ്സ് ആയി നിൽക്കുന്ന അവർക്കും അവരുടെ ഹസ്ബൻഡ്സിനും എത്രത്തോളം ഇത് ബാധിക്കും എന്ന് പേഴ്സണലി ആലോചിച്ച് നോക്ക്. അവരൊരിക്കലും ഇത് ചെറുതായി എടുക്കില്ല. കാരണം നാളെ സോഷ്യൽ മീഡിയയിലുള്ള ജനങ്ങൾ മോൾക്ക് ഇത്ര കമന്റ് വരുന്നുണ്ടെങ്കിൽ പൊന്നൂസിന് എത്ര മെസ്സേജ് പോകുന്നുണ്ടാവും, പൊന്നൂസിനോട് ആരൊക്കെ എന്തൊക്കെ ചോദിക്കുന്നുണ്ടാവും. ഇത് കേട്ടിട്ടൊരു ഭർത്താവ് എന്ന നിലയിൽ സുജിൻ എങ്ങനെയാണ് വെറുതെ ഇരിക്കുക? ഡെഫിനറ്റ്ലി സുജിൻ കയറി സംസാരിക്കും. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, മോളി പറഞ്ഞ ചാറ്റ് പേഴ്സണലി എനിക്കും കിട്ടിയതാണ്. എന്റെ കയ്യിലും ഈ ചാറ്റ് ഉണ്ടായിരുന്നു. അതിൽ മോളുടെ പേര് കട്ട് ചെയ്തിട്ടൊന്നുമല്ല എനിക്കും പേഴ്സണലി അയച്ചിട്ടുള്ളത്. എന്നോട് പറഞ്ഞിരുന്നു ഈ ചാറ്റ് നിങ്ങൾ പബ്ലിക് ആക്കുകയാണെങ്കിൽ മോളുടെ പേര് കട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞാനിത് പബ്ലിക് ആക്കിയില്ല, കാരണം എനിക്കറിയാം. ഞാൻ ഈ ചാറ്റ് എന്റെ കയ്യിൽ കിട്ടിയ സമയത്തും ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞത്, ഈ ഇച്ചായനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചാറ്റുകൾ എന്റെ കയ്യിൽ കിട്ടി എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല വളരെ വൃത്തികെട്ട രീതിയിലുള്ള വേറെ ഇൻഫ്ലുവൻസേഴ്സിനെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം. എന്റെ വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം. ഇപ്പൊ മോളി ഈ വിഷയത്തിൽ ഇടപെട്ടത് വലിയൊരു തെറ്റാണ്. ആൻഡ് പറയായിരുന്നു, പക്ഷെ ആ നേരം ഒരിക്കലും ഈ ഒരു കാര്യം പറയരുതായിരുന്നു. ഈ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെയാണ്. ഇനി മോളുടെ ഭാഗത്ത് ശരി ന്യായീകരിക്കണമെങ്കിൽ ഒന്നേ ചെയ്യാൻ പറ്റൂ. 2 കൊല്ലം മുമ്പുള്ള ചാറ്റ് കേസ് വഴിയെങ്ങാനും സൈബർ സെല്ല് വഴിയെങ്ങാനും ചാറ്റ് എടുക്കുക. എടുത്തു കഴിഞ്ഞതിന് ശേഷം
ഈ പർട്ടിക്കുലർ ചാറ്റ് വെച്ച് ഇച്ചായൻ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ ഇച്ചായൻ ഇങ്ങനെ മൂക്ക് ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സാധനം തെളിയിക്കുക. അല്ലാണ്ട് സുജിൻ എന്ന് പറയുന്ന വ്യക്തി ഇതിൽ അടങ്ങാനോ കരച്ചിൽ തീരാനോ മൂക്ക് വരുന്ന നെഗറ്റീവ് കമന്റ് പോകാനോ നിൽക്കില്ല. വാട്ട് യു ക്യാൻ ഡു ഇസ് നെഗറ്റീവ് കമന്റ് ഒഴിവാക്കുക, ലീഗലി പോവുക, ഒരു തീരുമാനം ഉണ്ടാക്കുക. മേ ബി അയാളുടെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാവും, ഫാമിലിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവും, ഓഫ് കോഴ്സ് ഉണ്ടാവും. കാരണം കല്യാണം കഴിച്ച് നിൽക്കുന്ന ഒരു ഭർത്താവിന് മെസ്സേജ് അയച്ച് ഭാര്യയുടെ പ്രസവം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടുകാരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് കയറി നിങ്ങൾ അങ്ങോട്ട് കയറി മെസ്സേജ് അയക്കുന്നത്. ചിലപ്പോൾ അതിന്റെ പേരിൽ മോക്ക് കുറെ ചീത്തവിളിയൊക്കെ കേൾക്കുന്നുണ്ടാവും. പക്ഷെ താന്താൻ നിരന്തരം ചെയ്ത കർമ്മങ്ങൾ താന്താൻ അനുഭവിക്കാം. എത്രയൊക്കെ ആണെങ്കിലും സ്വന്തം ഭർത്താവിന്റെ പേരിൽ ഇങ്ങനെ ചാറ്റ് വരുമ്പം ഡിവോഴ്സ് സ്റ്റേജിൽ നിൽക്കുന്ന ഭാര്യയാണെങ്കിൽ അവർ ചോദിച്ചു പോകും. അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ആകെ ദേഷ്യം പിടിക്കും. അപ്പൊ അവര് കയറി ഇച്ചായനോട് ചോദിച്ചു, ഇത് ഇങ്ങനെ വിഷയം. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതില് എന്റെ ഭാര്യയെ പറ്റിയിട്ട് കുഞ്ഞാറ്റയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആള് ചേട്ടൻ പറഞ്ഞില്ലേ മറ്റേ എന്താ പറയണേ സൈബർ സെല്ലിൽ എടുക്കാന്ന് പറഞ്ഞത്. ചേട്ടൻ അവന്റെ എന്റെ അടുത്തേക്ക് വന്ന് നാളെ വന്ന് എനിക്ക് കാണാൻ പറ്റും നിങ്ങളെ. ഞാൻ അമലിനെ കൂട്ടി വരാം. ഓക്കെ. ഇത് ഞാൻ പറയട്ടെ, ഇതില് സീനാവാനൊന്നുമില്ല. നിങ്ങൾ അമല് നിങ്ങളുടെ അടുത്ത് റോങ് ആയിട്ട് സംസാരിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ കുഞ്ഞാറ്റ അടുത്ത് പറഞ്ഞു, കുഞ്ഞാറ്റത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇത് ഇപ്പൊ എന്റെ ഭാര്യയെ പറ്റിയിട്ട് വന്നൊരു ചേട്ടി ആ വോയിസും എന്തുവാ പേരും പറഞ്ഞോണ്ട് നടക്കൊണ്ടല്ല. എന്റെ ഫോണിൽ എന്റെ ഇൻസ്റ്റയിലല്ല ഫോളോവേഴ്സ് വന്നോണ്ടിരിക്കുക. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ. 2 വർഷം മുന്നേ കഴിഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ട് കുഞ്ഞാറ്റടുത്ത് പറയേണ്ട ആവശ്യം സത്യത്തിലില്ല. മനസ്സിലാക്കുക. അവര് ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞതിന് ശേഷം വേറെ ചാറ്റ് അവൾ ഇട്ടതിന് ശേഷമല്ലേ ചേട്ടാ ഞാൻ പറഞ്ഞേ. പറഞ്ഞതല്ലല്ലോ ചേട്ടാ. എന്തിനാ അതിന്റെ ആവശ്യം നിങ്ങൾക്ക്? ഇപ്പൊ 2-3 വർഷം മുന്നേ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി നമ്മളിപ്പോ എന്തിനാ സംസാരിക്കേണ്ട ആവശ്യം? അത് അപ്പൊ നിങ്ങൾ എന്നാല് കുഞ്ഞാറ്റ എങ്കിൽ നിങ്ങൾ കുഞ്ഞാറ്റടുത്ത് അപ്പൊ തന്നെ പറയണായിരുന്നോ? കുഞ്ഞാറ്റ ഞാൻ ആരെടുത്തും പറയരുത്, എന്റെ പേര് ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചെടുത്ത് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞത് എന്റെ അടുത്ത് അവൾ എന്റെ പേര് പറഞ്ഞിട്ടുമില്ല. അവൾ അത് ക്രോപ്പ് ചെയ്തിട്ടാണ് എല്ലാവർക്കും കാണിച്ചു കൊടുത്തെന്ന് അവള് പറഞ്ഞേ. പക്ഷെ ക്രോപ്പ് ചെയ്തിട്ടോ? ക്രോപ്പ് ചെയ്തിട്ടൊന്നല്ല. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് മോളെ, വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. എനിക്ക് കിട്ടിയ സ്ക്രീൻഷോട്ടിൽ വരെ മോളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടാണ് സ്ക്രീൻഷോട്ട് തന്നിട്ടുള്ളത്. ഞാൻ ഇത് പബ്ലിക്കിൽ വന്ന് പറയാത്തത് ഇച്ചായനും മോളും തമ്മിലുള്ള ചാറ്റല്ല കിട്ടിയത്, മോളുടെ വായെന്ന് വന്ന ഒരു ഡയലോഗാണ് കിട്ടിയത്. അത് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും ഇത് ജെനുവിനാന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ചാറ്റ് കാണാത്തിടത്തോളം കാലം ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ ഭൂലോകത്തുണ്ടായാലും അവര് തമ്മിൽ അത് സംസാരിക്കാണ്ട് നിൽക്കുകയില്ല. ശത്രുക്കളല്ലാണ്ട് നിൽക്കുകയാണെങ്കിലും ശത്രുക്കളായി നിൽക്കുകയാണെങ്കിലും ഡിവോഴ്സിന് മുമ്പാണെങ്കിലും ഡിവോഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, കപ്പിൾസിനിടയിലുള്ള പ്രശ്നങ്ങളിൽ മീഡിയേറ്ററായി നിങ്ങൾ പോകരുത്. മീഡിയേറ്ററായി പോകുന്നവൻ ചമ്മുന്നേയുള്ളൂ. ലാസ്റ്റ് ഇവർ രണ്ടുപേരും ഒരു ടീമാവും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. 100% കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇവിടെ മോള് വിശ്വസിച്ച കുഞ്ഞാറ്റ ഇവൻ എനിക്ക് തന്ന സ്ക്രീൻഷോട്ടിൽ വരെ ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ പേരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ സ്ക്രീൻഷോട്ടിൽ വരെ. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നത്, ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ കയറി ഇടപെടരുത്. അല്ലെ പറയാ എന്നോടും ഇങ്ങനെ ചാറ്റ് ചെയ്തിരുന്നു ഇങ്ങനെ മോശമായ രീതിയിൽ എന്ന് പറഞ്ഞ ഒരു വിഷയമില്ല. പക്ഷെ ഇവിടെ വലിയൊരു അലിഗേഷനിലെ പോയി സുജിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുജിൻ കയറും ഇടപെടും. സുജിന്റെ ഭാര്യനെ പറ്റിയാ പറയുന്നേ. സുജിന് മോശമല്ലേ? നാളെ സുജിനും ഭാര്യയും ടൗണിൽ ഇറങ്ങുമ്പം 4 ആള് പറയാണ് ഇതായിച്ചാന്റെ കൂടെ എന്ന് പറഞ്ഞാൽ സുജിന് അത് എത്ര ബാധിക്കും? അപ്പൊ അതിന്റെ ശരി തെളിയിക്കുക എന്നുള്ളത് പുള്ളിയുടെ ഭാഗമാണ്. മോളിനി കരഞ്ഞാലും ഒച്ചപ്പാടുണ്ടാക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും വോയിസ് ഇടരുത്, ലീക്കാക്കരുത് എന്ന് പറഞ്ഞാലും പുള്ളി ചെയ്യും. പുള്ളി ഇത് എന്റെ കിട്ടാണ്ട് പുള്ളി ഒരിക്കലും ഇത് വിട്ടുകൊടുക്കില്ല. ഈ പെർട്ടിക്കുലർ വീഡിയോയില് ഷഫീന ബീബി ആയിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിലും പുള്ളി സ്ട്രോങ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാ ഞാൻ പറയുന്നത്, കുറച്ചും കൂടെ നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി റിയലൈസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളുടെ ഭാഗത്ത് ന്യായമാണെങ്കിൽ തന്നെ ബാക്കിയുള്ള ആൾക്കാർ നമ്മളുടെ ഭാഗത്ത് കുറ്റം മാത്രമേ പറയൂ. എനിക്ക് മറ്റേ പൊന്നൂസൻ അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചിരുന്നോ? ഇല്ല ഇതെന്തോ ഹലോ ഞാൻ നിങ്ങളെ എവിടെയും അപമാനിക്കാൻ നോക്കി അങ്ങനെ എനിക്കിത് എന്റെ ഭാര്യയെ പറ്റി പറഞ്ഞ് എനിക്ക് അയ്യോ ഞാൻ നിങ്ങളുടായിപ്പോ ഇപ്പൊ എനിക്ക് നിങ്ങളെ ഒരു മിനിറ്റ് ഇപ്പൊ ചേട്ടനായിട്ട് ആ വോയിസിന് പുറത്ത് വന്നിക്കണ ചേട്ടാ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് അക്സെപ്റ്റ്
ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, ഇതേപോലെ തന്നെ അമൽ എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഇരിക്കുന്ന ആളാണ്. ഇപ്പൊ തെറ്റ് കാട്ടിയോ കാട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞ ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു കാര്യം പറയണേ, അമല് എന്റെ ഭാര്യയെ പറ്റി അവര് അമല് ഒരു അതന്നെ. അപ്പൊ ഞാൻ പറഞ്ഞേ, ഇതില് ഞാൻ പറഞ്ഞേ, ഞാന് അമലിനെ കൂട്ടിയിട്ട് ഒരു വട്ടം നിങ്ങളെ കാണാൻ വേണ്ടിട്ട് വരാം. അത് വന്നിട്ട് അമലത് സമ്മതിക്കണില്ല എന്നുണ്ടെങ്കിലേ, സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് കേസ് കൊടുക്കാം. കേസ് കൊടുക്കുമ്പോ അവന് വന്നാലും വന്നില്ലെങ്കിൽ കേസ് കൊടുത്തു, എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ ചെയ്തിട്ടില്ല. അവൻ എന്നോട് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഞാൻ പറയട്ടെ. അല്ല ഇവനുണ്ടല്ല, ഇവനടുത്ത് ഞാൻ ഇവിടെ സുജിനോട് ഞാൻ സുജിൻ പേഴ്സണലി നമ്മളുടെ വീഡിയോ ഒന്നും കണ്ടില്ല, പക്ഷെ എന്നാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അമലിനെ ഇനി ആ കുട്ടീന്റെ കൂടെ ഇരുത്തി സംസാരിച്ചാലും അമലുമായിട്ട് ഇനി എന്തൊക്കെ ഡിസ്കഷൻ നടന്നാലും അമല് സമ്മതിക്കില്ല. അമലിനെ സമ്മതിക്കാൻ അമലിനെ കൊണ്ട് സാധിക്കില്ല. ഇനി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും. ഇനി 2 കൊല്ലം മുമ്പ് അമൽ ഇങ്ങനെ ചാറ്റ് ചെയ്തോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് പോലും അമലിന് എന്തുണ്ടാവില്ല, ഉറപ്പുണ്ടാവില്ല. ഇനി അഥവാ ഈ ചാറ്റ് പിടിച്ചാലും അമൽ പറയും അത് ഞാനല്ല ചാറ്റ് ചെയ്തത്, എന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തിട്ട് ഹാക്ക് കൂടെ കയറി ചാറ്റ് ചെയ്തത്, ഇതൊക്കെ പറയാനുള്ള ചാൻസ് ആണ്. ആ മീറ്റപ്പിലും ഏറ്റവും നല്ലൊരു കാര്യം ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് കേസ് കൊടുക്കുക. ഈ പെൺകുട്ടി വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. ഈ പെൺകുട്ടിക്ക് ഇല്ലെങ്കിൽ കരയാം, കരഞ്ഞു മെഴുകാം. പെൺകുട്ടി അതാ പറഞ്ഞ, അമലിനെ കണ്ടാലും കണ്ടില്ലെങ്കിലും ചേട്ടൻ കേസ് കൊടുക്കണം. ചേട്ടൻ കേസ് കൊടുത്ത് ചാറ്റ് എടുത്ത് ചേട്ടൻ ഈ സത്യാവസ്ഥ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം എന്നുള്ളത്. അപ്പം ആ ഒരു മീറ്റപ്പിന് കൊണ്ടുപോയി അവര് 2 പേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് അവര് 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിച്ച് ആ പെണ്ണിനെയും ബാധിച്ച് പുള്ളി സമ്മതിക്കൂല. ഇപ്പൊ തന്നെ ആ പുള്ളിക്കാരി വലിയ ട്രോമയിൽ കൂടെ പോവാണ്. ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ടതനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തൊരു കുട്ടിയാണ്. സൈബർ ബുള്ളിങ് വരുന്നുണ്ട്, റിക്വസ്റ്റ് വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ വീട്ടുകാരുടെ ഇടയിൽ നിന്ന് ചീത്തകൾ, കുടുംബക്കാരറിഞ്ഞ് ഇങ്ങനെ കുറെ പ്രശ്നം കൂടെ കടന്നു പോവാം. അപ്പൊ നിങ്ങളെ പോലുള്ള ഈ ഇൻഫ്ലുവൻസർ ചക്കരയും കൂട്ടി വന്ന് സംസാരിക്കുമുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. പക്ഷെ നിങ്ങളത് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ സൈഡും കൂടെ ചിന്തിക്കുക. അതിലും ഏറ്റവും നല്ലത് എന്താണ്, ഡയറക്റ്റ് കേസിന് പോവുക. ഇങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് കേസിന് പോവുക. ആ കേസ് സ്ട്രോങ് ആയി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. എന്നിട്ട് ആ ചാറ്റ് പുറത്തെടുക്കുക. എന്നിട്ട് ആ ചാറ്റിന്റെ സത്യാവസ്ഥ അറിയുക. ഈ പെൺകുട്ടിയുടെ കോൺഫിഡൻസ് കണ്ടിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം. ഇതിന് ശേഷം ഇങ്ങോട്ടും കുറച്ചധികം ഏകദേശം ഒരു 6-7 മിനിറ്റുള്ള വീഡിയോ ആണ് ഞാൻ ഇത്ര ഭാഗം മെയിനായിട്ട് എടുക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ അമലുമായിട്ട് നമ്മുടെ സുജിൻ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ അമലും ഈ പെർട്ടിക്കുലർ പെൺകുട്ടിയും, ഞാൻ കുട്ടിയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്ന കുട്ടിയും സുജിനും കൂടെ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതും കൂടെ അതിൽ കുറച്ച് മെയിൻ ഭാഗങ്ങൾ നോക്കാം. ഞാൻ മറന്നുപോയതല്ല കുട്ടി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇയാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിൽ തെളിവിപ്പം ഞാൻ ഒരു കാര്യം, ഞാൻ ഇയാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ച മെസ്സേജിന്റെ കാര്യങ്ങൾ തെളിവ് ഇയാളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. മെസ്സേജ് അയച്ചതിന്റെ കാര്യങ്ങൾ തെളിവുകളൊന്നുമില്ല. നിങ്ങൾ ഞാൻ ഹലോ മിസ്റ്റർ അമൽ, 2 കൊല്ലം മുമ്പ് ചെയ്ത ചാറ്റിന്റെ തെളിവൊന്നും ആരുടെ ഫോണിലും ഉണ്ടാവില്ല. ഇപ്പോ കഴിഞ്ഞ മാസം ചെയ്ത ചാറ്റ് എന്റെ ഫോണിലുണ്ടോ ചോദിച്ചിട്ടുണ്ട്, എന്റെ ഫോണിലുണ്ടാവില്ല. എല്ലാവരുടെ ഫോണും അവരിടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. കൊല്ലങ്ങളോളം സൂക്ഷിക്കാൻ വേണ്ടി അതിമനോഹരമായ ചാറ്റും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ ചെയ്തേ. 2 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങൾ അമലിന് പോലും ഒരറിവില്ല. പിന്നെയാണ് വാട്സപ്പിൽ ബ്ലോക്ക് ആക്കിയിട്ട് എന്റെ ഒരു തെളിവുണ്ട്. ചെയ്തോ ഈ വാട്സപ്പിന്റെ അത് ബ്ലോക്ക് ചെയ്തതിന്റെ അകത്ത് നമ്മൾ ബ്ലോക്ക് ലിസ്റ്റ് എടുക്കാൻ നമ്പർ നോക്കുമ്പോൾ അതിന്റെ അകത്ത് എന്നാ ബ്ലോക്ക് ചെയ്തേക്കുന്നത് കാണൂലോ. അങ്ങനെ കാണൂല, നമ്മൾ ടുഡേന്ന് കാണിക്കുള്ളൂ. നീ അപ്പൊ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തെടുത്ത് നോക്ക്, ടുഡേന്ന് കാണിക്കുള്ളൂ. ആ ടുഡേന്നാണ് കാണിക്കുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട്, ഞാൻ ഇത് കഴിയുമ്പോൾ സുജിൻ ബ്രോ, ഞാൻ ഇത് കഴിയുമ്പോൾ സുജിൻ ബ്രോ ഞാനൊരു സ്ക്രീൻഷോട്ട് അയച്ചറാം. അല്ല, അതിനെക്കുറിച്ച് എനിക്ക് പേഴ്സണലി അറിയില്ല. പക്ഷെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് ബ്ലോക്ക്ഡ് ദെയർ കോണ്ടാക്ട് എന്നല്ലേ കാണിക്കൂ, അല്ലാണ്ട് ഇന്ന ഡേറ്റിൽ ഇന്ന ആളെ ബ്ലോക്ക് ചെയ്തു എന്ന് കാണിക്കോ? അറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേക നോളജ് ഇല്ല. പക്ഷെ എന്റെ ഒരു ചോദ്യം, ഈ ബ്ലോക്ക് ചെയ്യാൻ ഇച്ചായന്റെ നമ്പർ എങ്ങനെ കൊച്ചിന് കിട്ടി? അതിന് ഇച്ചായൻ വളരെ തമാശക്കുള്ള ഒരു റെസ്പോൺസ് പറയുന്നുണ്ട്. കാരണം ഞാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരാളായതുകൊണ്ട് എന്റെ നമ്പർ കിട്ടിയതാണ്. എന്തുവാടേ? അതിനകത്ത് മെയിൽ ഞാൻ ബ്ലോക്ക് ചെയ്തേക്കുന്ന ആളുടെ ഇതുവരെ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? ഞാൻ ഒരാളെ ബ്ലോക്ക് ചെയ്തേക്കുന്ന സമയം എപ്പോഴാണെങ്കിൽ ആ സമയം കാണിക്കും. കാരണം അതിനുശേഷം ആ നമ്പർ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ടുഡേന്ന് കാണിക്കുള്ളൂ. എന്നാൽ എന്റെയിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. എന്റെയിലും ടുഡേന്ന് കാണിക്കുള്ളൂ. ആ ഓക്കെ, ഇയാളെ ടുഡേന്ന് കാണിക്കുമെങ്കിൽ ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യമായിട്ടെ, ഈ ചേട്ടൻ എന്റെയിലേക്ക് വന്നതിന്റെ സൈബർ സെല്ലിന്ന് ഡീറ്റെയിൽസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എടുത്തോട്ടെ. അപ്പൊ നീ എന്നെ കോള് വിളിച്ചതൊക്കെ അതിനകത്തുണ്ടല്ലോ. ഓക്കെ, എടുത്തോ. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ 4 വർഷത്തിന് നിങ്ങൾ പറയുന്ന 4 വർഷം, ഞാനൊരു കാര്യം പറഞ്ഞു 4 വർഷത്തിന് മുമ്പാണെന്ന് പറയുന്നു. എനിക്ക് 4 വർഷത്തിന് മുന്നെയാണെന്ന് എനിക്കറിയില്ല. കുഞ്ഞാറ്റയുടെ ഡെലിവറിയുടെ ടൈമില് ഞാനൊരു കാര്യം പറയട്ടെ, സെപ്റ്റംബർ 2-ാം തീയതി എനിക്ക് എന്റെ അനീറ്റ അക്കൗണ്ടിലേക്ക് എന്റെ എക്സ് വൈഫ് ആയിരുന്ന ആള് ഈ സ്ക്രീൻഷോട്ട് അയച്ചപ്പോഴാണ് ഞാൻ ഇയാളുടെ പേര് കാണുന്നത്. ഞാൻ ഇയാളെ ഫോളോ ചെയ്തു. അതിന് മുന്നേ നീ എന്നെ ഫോളോ ചെയ്തിട്ടില്ല? ഞാൻ ഇയാളെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ അവനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. നീ ഇപ്പൊ എനിക്ക് ഫോളോ റിക്വസ്റ്റ് അയച്ചു തന്നപ്പം കുറച്ച് ദിവസം
ഇച്ചായൻ ഫോളോ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എന്നൊന്നും പറയണ്ട, ഫോളോ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ പറയുന്നില്ല കാര്യം എന്താന്നുള്ള. അതെന്റെ നിന്റെ പേര് ഈ സോറി കുട്ടിയുടെ പേര് ഞാൻ എന്റെ വൈഫാണെങ്കിൽ എന്റെ അരിയൻ അയച്ചു കൊടുത്ത ഇതിൽ കണ്ടു. അതിലാണ് താങ്കളാണെങ്കിൽ ഈ പറയുന്നത്. നിന്റെ നമ്പർ എങ്ങനെയാ ഞാൻ ബ്ലോക്ക് ആക്കി? നിന്റെ നമ്പർ എനിക്ക് എവിടെ നിന്നാ കിട്ടിയേ? അല്ല, എന്റെ നമ്പർ ഞാനൊരു പബ്ലിക് ആയിട്ടുള്ള ഒരാളാണ്. എന്റെ നമ്പർ പലയിടത്തും കിട്ടത്തില്ലേ? എനിക്ക് പബ്ലിക് ആയിട്ടുള്ള ആരും എനിക്കറിയില്ല. പിന്നെ എങ്ങനെ നിന്റെ നമ്പർ കിട്ടണേ? കുഞ്ഞാറ്റിക്ക് ഞാൻ നിന്റെ നമ്പർ അയച്ചു കൊടുത്തിട്ട് ഇത് അമ്മയുടെ നമ്പർ അല്ലേ കൺഫേം ചെയ്യാന്ന് ചോദിച്ചേ. ആണല്ലേ? ഓക്കെ. ഇല്ല, ഞാൻ കേൾപ്പട്ടെ. വേറെ ആരെങ്കിലും എന്റെ നമ്പറില്ല. ഈ പറഞ്ഞ സുജിന്റെ അല്ല എന്റെ നമ്പർ. വേറെ ആരെങ്കിലും കയ്യിൽ നമ്പർ ഉണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെ ആരെങ്കിലും കോൺടാക്ട് ഒന്നുമില്ല. ആരാണ് താങ്കൾ വിളിക്കാൻ വേണ്ടിട്ട് ഞാൻ താങ്കളാണ്. എന്റെ പേര് അമലെന്നാണ്. എന്റെ അമലെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ വ്യക്തിന്ന് വിളിക്കാം. അല്ലാതെ എന്റെ നാടാന്ന് വിളിക്കുന്നതിനാ എന്താ വിളിച്ചതിന്? ഇയാൾ ഡാഡാന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇയാളുടെ ഓർമ്മ പറഞ്ഞേ. ശരി, ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഞാൻ പറയട്ടെ, കുട്ടിയുടെ ഇതുണ്ടല്ലോ, ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്ന താനല്ലേ എന്നോട് പറഞ്ഞത്? ഞാൻ പറയട്ടെ, അപ്പൊ താനല്ലേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്തുവാ കുഞ്ഞാറ്റയുടെ അമ്മയായിട്ട് നിനക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്? ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞു മെസ്സേജ് ആണെന്ന് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഈ എന്നോട് പറഞ്ഞതില് കോൾ ആണോ മെസ്സേജ് ആണോ എന്ന് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ശരി ഒരു കാര്യം ചെയ്തു, നിങ്ങൾ റിക്കവർ ചെയ്തെടുത്തിട്ട് അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യം വേണം. ഞാൻ 4 വർഷത്തിന് മുമ്പ് പല ആളുകളും ചാറ്റ് ചെയ്തിട്ടുണ്ടാവും, പല ആളുകളും. എനിക്ക് തന്നെ നേരിട്ട് അറിയില്ല, എനിക്ക് താൻ ആരാണെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഇയാൾക്ക് റിക്വസ്റ്റ് ഇട്ടത് കണ്ടിട്ട് എന്ത് ഇയാൾ അക്സെപ്റ്റ് ചെയ്യായിരുന്നേ? അത് ഞാൻ കുഞ്ഞാറ്റയ്ക്ക് എടുത്ത് അയച്ചു കൊടുത്തു. നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മല് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വേറെ കാര്യങ്ങളിലോട്ടൊന്നും പോയില്ലേ? നിങ്ങൾ എടാ വിളിച്ചെന്താ, ഡാ വിളിച്ചെന്താ, ഡോ വിളിച്ചെന്താ, താനാരുവാ? അതെ, 4 കൊല്ലം മുമ്പ് താൻ ആരോടൊക്കെയാ ചാറ്റ് ചെയ്തത് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഫേമസ് ആയ വ്യക്തികൾ നമ്മളോട് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും, നമുക്ക് വളരെ വ്യക്തമായിട്ട് ഓർമ്മ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചൊന്നും പറയണ്ട. പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആളാണെങ്കിൽ ഇങ്ങനെ ഇൻഫ്ലുവൻസർ സുജിന്റെ നമ്പർ ഞാൻ വിചാരിച്ച് എനിക്ക് കിട്ടുമോ? അല്ലെ ഈ നമ്പർ കണ്ടുപിടിച്ച് ഞാൻ അങ്ങോട്ട് അയക്കേണ്ട ആവശ്യം എന്താ? എന്തൊക്കെ മണ്ടത്തരാ പറയുന്നേ? നമ്മളുടെ നമ്പർ നമ്മളുടെ പ്രൈവസിയാ. ഒന്നെങ്കിൽ നമ്മൾ കൊടുക്കണം, അല്ലെ നമ്മള് കോണ്ടാക്ട് ഉള്ള ആൾക്കാർ കൊടുക്കണം. അവർ വെറുതെ ഒന്നും ചെന്ന് കൊടുക്കില്ല. ഒരു പെണ്ണ് ജസ്റ്റ് ചെന്ന് നമ്പർ ചോദിച്ചാൽ തന്നെ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളോട് ചോദിച്ച് നമ്മളുടെ ആക്സസ് ഉണ്ടെങ്കിലേ കൊടുക്കൂ. പിന്നെ നമ്മൾ 4 കൊല്ലം മുമ്പ് ഇയാളുടെ പല ചാറ്റുകളും പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ സമയം ഇയാൾ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് എങ്ങനെയാ നമ്മൾ ഉറപ്പിക്കാൻ പറ്റുക? ഇയാൾ കള്ളുപിടിച്ച് ബോധം കെട്ട് നിൽക്കുന്ന സമയത്ത് ഇയാളുടെ വായന എന്തൊക്കെ വീണില്ല നമുക്ക് പറയാൻ പറ്റുമോ? കാരണം ഇയാൾ എന്നെ പണ്ടുണ്ട്, ഐ എം ആൻ ആൽക്കഹോളിക്, ഞാൻ നന്നായി ഡ്രിങ്ക്സ് ചെയ്യായിരുന്നു, എന്റെ പഴയ വീട്ടിൽ നിന്ന് ഒരുപാട് ബിയറിന്റെ കുപ്പിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഇത്രയും കോൺവെർസേഷനും ഇത്രയും ലെങ്തി ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഗോ ഫോർ കേസ്, ലീഗലി നോക്കുക, ഇങ്ങനെ ഒരു സാധനം എന്റെ പിടിക്കുക, അത്രയേ ഉള്ളൂ, സീൻ കഴിഞ്ഞു. സോ എന്തായാലും ഇനി സുജിൻ ഇതിന്റെ പുറകെ നടന്ന് ഇതിനൊരു തീരുമാനമാകുമ്പോൾ നമുക്ക് വേറെ ഈ ഇച്ചായൻ കുഞ്ഞാറ്റ പറഞ്ഞ നമ്മൾ തന്നെ എടുത്തു. സോ ഗൈസ്, അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.